അതിന്റെ താഴെ റോഡ് കുറേ കഴിഞ്ഞു. വലത്തോട്ട് തിരിയുക. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അപ്പൊ ഞങ്ങള് മലയിൽ ഫാം ഹൗസ് പോണില്ല, കുട്ടിപ്പട്ടാളങ്ങളായിട്ട് അതെ ഒരു യാത്രയാണ്. റോഡ് നല്ല ചാട്ടാണ്. മോനു പറയുന്ന ആഗ്രഹം പറഞ്ഞ് ഏതായാലും ഇന്ന് ഏകീക്കണേ. എല്ലാരും ഞങ്ങളൊരു ദിവസം ബാവൊന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു ദിവസം ഒരു പെരുന്നാക്ക് എന്റെ വീട്ടിൽ നിന്ന് ആങ്ങളെയും എല്ലാരും കൂടി അനിയത്തിയും കുട്ടികളെല്ലാരും കൂടി പോയിന്ന്. ആ വീഡിയോ ഇട്ടീന്ന് തോന്നുന്നുണ്ട് ഞാന് കൊറേ മുമ്പാണ്. അപ്പൊ അന്ന് ഇവര് നമുക്ക് ഇപ്പാനും കൂട്ടിട്ട് ഒരു പോക്ക് പോണം. നമ്മളിപ്പാറെ കൂടെ പോകുമ്പോ അത് വേറല്ലേ. അപ്പൊ മോനും എല്ലാരും നമ്മളിപ്പാനായിട്ട് ഒരു ദിവസം ഇങ്ങനാക്കണേ. ഇപ്പാനായിട്ട് പോകുമ്പോഴേ ഇത് പൊടിച്ചാൻ പറ്റുള്ളൂ. അതാണ്. അപ്പൊ എല്ലാരും കൂടി കൂടിയിട്ട് പോണേ. മുത്തുപാടെ പുറത്തു പോയതാണ്. മുത്തുന്ന് ലീവ് തന്നെയാണ്. പുറകിലുണ്ട്, കുട്ടിമാടെ പുറത്തുണ്ടാ. അപ്പൊ എങ്ങനെയുണ്ട് മലയിൽ ഫാം ഹൗസ് ഒന്ന് പോയി നോക്കാം. 100 രൂപ ഉള്ളവരെ കേറാന്. പിന്നെ ഇപ്പൊ എന്താ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതിനെന്തോ 50 രൂപ വേണം അല്ലേ. അപ്പൊ ഏതായാലും അതിന്റെ ഉള്ളൊക്കെ ഒന്ന് പോയി കണ്ടൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട്. ഒരുപാട് ആള് കണ്ടവരായിരിക്കും, കാണാത്തവർക്ക് വേണ്ടിട്ടാ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നത് കൊടുക്കിട്ടാ. ആദ്യമായിട്ട് കാണാനൊക്കെ എന്താ പറയാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, അഭിപ്രായം കമന്റ് ചെയ്യാ. നമ്മളെ മലപ്പുറം നമ്മള് കാണാൻ പോയി നമ്മുടെ ഈ ചുറ്റുപാട് ഇങ്ങനെ നല്ല മനോഹരമായ ഒരു പാർക്ക് ഒരുപാട് ആൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും കാണാത്ത ഒരുപാട് ആളുണ്ടാവും. ഒന്ന് കണ്ടു ഞങ്ങൾ പോയി നോക്കട്ടെ. വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും മോന് പോയിന്ന്, ഞാൻ പോയിന്ന് ഒരു കാലത്ത്. ഇപ്പൊ മോന് പോയിന്ന് ആയിക്കോണാ. എന്താ നിങ്ങളെ മുണ്ടാതിരിക്കുന്നേ? ഇനിയുണ്ട്, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തീരാനുള്ളൂ. ഒരു മലമ്പക്കാണ് കേറുന്നേ. ആ മല അതെ കാണിട്ടാ പൊന്നോ. മല കേറുന്ന സംഭവം. ആ മലന്റെ മേലക്കാട്ടാ. വെറുതെ മലയിൽ ഫാം ഹൗസ് എന്ന് പറഞ്ഞത്. ആ മലയിലാണ്. റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പൊ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഒരേ സംഭവം കാണാത്തവർക്ക് വേണ്ടിട്ട് കാണാണ്ട്. അതെ, മലയിൽ കുഞ്ഞാപ്പ ഒരാഴ്ച പോയി നിക്കണെന്ന്. മോനല്ലേ ഓള് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ ആ ടർഫ് ഇവിടുന്ന് കുറച്ച് പോയാല് വലുത് പോത്താണ്. 2 മാസം കൂടി ഒരാഴ്ച അവിടെ പോയി നിക്കണമെന്നല്ലേ മലയിൽ ഫാം ഹൗസിലോ. പാട്ടടിക്കാൻ മോട്ടിയാ അവിടെ റൂമൊക്കെ ഉണ്ട്. അപ്പൊ മലയിൽ ഫാം ഹൗസ് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട്. നമ്മളിട്ടാ തിരിഞ്ഞിട്ടുണ്ട്. ഇവിടെ കോറി കൃഷികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ല വണ്ടികൾ, ലോറികളൊക്കെ കാണുന്നുണ്ട്. നല്ല അടിപൊളി ഏരിയ ആണ് എന്തായാലും. കാരണം നല്ല ഒരു ഉള്ളേരിയ മാതിരി ഒരു ശാന്തതയുള്ള പ്രദേശങ്ങളാണ്. നല്ല ഭംഗിയുണ്ട്. റബ്ബറും തോട്ടത്തിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകും. പിന്നെ ഇപ്പൊ ഈ വൈകുന്നേരം അതുപോലെ തന്നെ ഇപ്പൊ മഴക്കാറൊക്കെ കൂടി ഉള്ളതുകൊണ്ട് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. അതെ, കരിയന്തടം ജാറം റോഡ്. ഇനിയൊട്ടേറെ പോണോ? അധികമില്ല, കുറച്ചുള്ളൂ. ज़्यादा दूर जाने का? കുറച്ച്. എത്ര? പ്രദേശോ? ആ വണ്ടി പ്രദേശത്താണ്ട് സ്പീഡ്.
അപ്പം ഞങ്ങളിതാ മലയിൽ ഫാം ഹൗസിലെത്തിയിട്ടോ. ഇത് കയറി ചെല്ലുന്നോട് തന്നെ 100 രൂപയാണ് ഫീസ്. ആ 100 രൂപ കൊണ്ടാണ് പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ലോകട്ടെ നമുക്ക് എന്ത് ചെയ്താലും ആ ഒരു 100 രൂപയമ്മ അടങ്ങും. അപ്പോൾ അതാ ഞങ്ങൾ 6 ആൾ, മോൾട്ടി അടക്കം ഞാനും ഭാവിയും ടോട്ടലി 6 പേരുണ്ട്. 6 ആളുണ്ട്. അങ്ങനെ അപ്പം നമുക്ക് എടുത്ത പൈസ എത്ര? നമ്മൾ ആകെ എടുത്തത് 400 രൂപ. 400 രൂപ അല്ലേ? അതെ, 400 രൂപക്ക് 4000 രൂപന്റെ മേനിയുണ്ട് കാണാൻ. എന്താ വെച്ചാൽ പൊന്നും മോനും ഒരാൾക്ക് 7 വയസ്സും ഒരാൾക്ക് 8 ആവാനായി. അപ്പോൾ എന്താണ് അവിടെ എഴുതിക്കണ 5 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ എന്നാണ്. പക്ഷെ ഇവർക്ക് 2 ആളെയും പൈസ എടുത്തിട്ടില്ല. എന്നാവോ? അങ്ങനെ ഞങ്ങൾക്ക് 4 ആളെ പൈസ 400 രൂപയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോ എല്ലാവർക്കും എടുത്താൽ തന്നെ എന്താ അവസ്ഥ? ഇനിയിപ്പോ 600 കൊടുത്താലും ഒരു 6000ന്റെ മുതലുണ്ട് അവിടെ. അതെ അതെ, അവിടെ നമ്മൾ കണ്ടാലും തീരാത്ത അത്ര റൈഡുകളുണ്ട്. അപ്പോൾ അതാ ഓരോരോ സ്ഥലങ്ങളിൽ നിൽക്കുമ്പോഴും മോനൊരു നടന്നോടി മാറിന് ഇങ്ങനെ ആട്ടെ. പിന്നെ അതാ കുതിരസവാരി ഉണ്ട്, അതും തികച്ചും സൗജന്യമാണ്. അത് കുറച്ചിങ്ങനെ റൗണ്ട് അടിച്ചും കുട്ടികൾക്കൊക്കെ കുതിരപ്പുറത്ത് കയറുക എന്ന് പറയുമ്പോൾ അത്ര രസമല്ലേ. അങ്ങനെ അത് നല്ല രസമുള്ള മറ്റേ എന്താണ് ഒന്നിക്കൊന്നു പറയല്ലേ. ഈ ഒരു മണി പ്ലാന്റ് ഉണ്ടല്ലോ, മണി പ്ലാന്റ് ആയിട്ട് വളച്ചിട്ടുണ്ടാക്കിയൊരു ഗുഹ, കമ്പിയൊക്കെ വളച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോവുക. ഈ ഫോട്ടോ എടുക്കണവർക്കും റീലെടുക്കാനൊക്കെ അപ്പോൾ ഇത് ഒരു ബട്ടർഫ്ലൈ ആണ്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നാണ് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളൊരു സംവിധാനം കേട്ടോ. അതിലെല്ലാവരും ഒന്ന് കയറി നോക്കി. മലയിൽ ഫാം ഹൗസ് എന്ന് അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. നമ്മൾ കുട്ടികളൊപ്പം ചേർന്നാൽ നമ്മളും കുട്ടികളാവുമല്ലോ. അപ്പം ഞങ്ങളൊന്ന് ഇരുന്ന് ആടി വെക്കി. എന്താ പറയാ, അവിടെ ഒന്നും പറയാനില്ല. ശരിക്കും കുട്ടികൾക്കും വലിയവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇടം തന്നെയാണ്. പിന്നെ അവിടെ നല്ല ഇതുണ്ട് കേട്ടോ, റിസോർട്ടുകളുണ്ട്. അവിടെ താമസിക്കുന്നവർക്ക് നല്ല റിസോർട്ടുണ്ട്, വ്യൂ പോയിന്റും നല്ല രസമുണ്ട്. റിസോർട്ടിനൊക്കെ ചെറിയ റെന്റ് ഉള്ളൂ, അധികം പൈസ ഒന്നുമില്ല. ഈ നടപ്പാത മുഴുവൻ ഇങ്ങനെയാണ് അലങ്കരിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാനും റീലെടുക്കാനും എല്ലാനും എന്ത് പറയാ, അടിപൊളി. എനിക്കറിയാം നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലാന്ന് തന്നെ പറയാം. അതെ, ശരിക്കും നിങ്ങൾ ഇവിടെ ചെന്നിട്ടില്ലെങ്കിൽ തീരെ ഒരു നഷ്ടം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ. നഷ്ടമാണ് കാര്യങ്ങൾ. ആരും ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഇത് ഉള്ള സ്ഥലം എവിടെ വെച്ചാല് ഒരുപാട് ആൾക്കാരൊക്കെ അറിയട്ടാ. ഏതാപ്പത് പാങ്ങ് നമ്മുടെ മലയിൽ ഫാം ഹൗസ് അല്ലേ എന്ന് പറയും കണ്ടോലൊക്കെ. ഞാൻ മാള് ഒരു പ്രാവശ്യം മാളിന്റെ വീട്ടിൽ നിന്ന് എല്ലാം കൂടി പോയിട്ട് ഞാൻ കളിയാക്കിയിട്ടുണ്ട്, നിസ്സാരാക്കിയിട്ടുണ്ട്. പക്ഷെ പോയപ്പോ എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞതെല്ലാം വെറുതെ. ഞാൻ അന്ന് പോയെന്ന് അവിടെ അറിഞ്ഞ് മലയിൽ ഫാം ഹൗസ് പോയി, എന്തോ രസമാണ് അവിടെ കാണാൻ. പക്ഷെ അന്ന് ഇത്ര ഒന്നും പണി കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ ഈ സംഭവം ഒന്നും ഇല്ല. ഈ എന്താണ് ഇതാ സ്വിമ്മിംഗ് പൂള് ഇത് വലിയോൽതാണ്. വലിയോൽക്ക് 100 രൂപയാണ്. വലിയോൽക്ക് നമുക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അതിൽ 100 രൂപ കൊടുക്കണം. ചെറിയ കുട്ടികൾക്ക് ഒരു 50 റുപ്യേൻ്റെ സ്വിമ്മിംഗ് പൂൾ. ഇനിയിപ്പോൾ അതിൽ നമ്മൾ കയറിയില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്നായിട്ട് ഒരു ഏരിയ മുഴുവൻ നമ്മൾ മുഴുവൻ കാണൂല, അത്രക്കും ഏരിയകളുണ്ട്. ഈ നടന്ന് പോണ വഴികൾ മൊത്തം ഇതേപോലെ എൻ്റെ പണി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലേ ഒരു ഐറ്റം വള്ളിച്ചെടി വെച്ചിക്കാണ്ട് അലങ്കരിച്ചതാണ്. നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിപ്പോൾ 3 വയസ്സിന് താഴെയുള്ളവർക്ക് പറഞ്ഞു 5 വയസ്സിന് താഴെ 3 വയസ്സിന്. പക്ഷേ വലിയവരാണ് അതിൽ കയറി നോക്കട്ടെ. അതിനും ആരും നോക്കാനൊന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. നമുക്ക് ഇങ്ങോട്ട് സ്വാതന്ത്ര്യമായിട്ട് ഇട്ടെന്നാണ്. പൊന്നപ്പോകിനിതാ ജിമ്മിൻ്റെ സംഭവങ്ങളുണ്ട്. നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ, വ്യായാമം ചെയ്യാൻ പറ്റിയ, അതേമാതിരി ഇതിൻ്റെ ഉള്ളിൽ വ്യായാമം ചെയ്യാൻ പറ്റിയൊരു ഈ നെറ്റ് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് എല്ലാ സാധനവും ഉണ്ട്. അതും ഫ്രീ ആണ്. എന്തെങ്കിലും കയറിയാലും ഫ്രീ, ഒന്നിനും നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓരോരോ പാർക്കുണ്ടല്ലോ, നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് പാർക്കുകളുണ്ട്. എല്ലാത്തിനും ഓരോന്നിനും കയറുമ്പോൾ 50 റുപ്യ 30 റുപ്യ അങ്ങനെ 20 റുപ്യ അങ്ങനെ കൊടുക്കണം. ഇതിന് 5 പൈസ കൊടുക്കണ്ടെന്ന് തന്നെ പറയാം. നമ്മളെ മോനുണ്ടാ, മോനോന് എന്തിലേക്ക് കയറേണ്ടിന്നില്ല. മോനാകെ ലാസ്റ്റ് കയറി ചടച്ചിന്ന് മോന്. മോൾട്ടിയും പൊന്നും ഇപ്പോൾ കൂടി ഒഴുക്കും കണ്ട് തുറന്നു വിട്ടതല്ലേ നമ്മുടെ മലപ്പുറം. പൊന്നൊപ്പം അതിൻ്റെ മേലെ കയറിയിട്ടും കിടന്നിങ്ങനെ മറിയാണ്. കുട്ടികൾക്ക് ഇങ്ങോട്ട് ഉല്ലസിച്ച് കുട്ടികൾ ലാസ്റ്റ് കുഴങ്ങും, ലാസ്റ്റ് എല്ലായിടത്തും എത്തൂല. ചുരുങ്ങിയത് ഒരാൾക്ക് ഒരു 500 രൂപയും കൊടുക്കാന്ന് എനിക്ക് തോന്നുന്നത്. അവര് കേൾക്കണ്ട, പക്ഷെ 500 വേണം. നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളെ മക്കളെ ഒരു പാർക്കിൽ പോലും കൊണ്ടുപോവാതെ. എന്താ വെച്ചാൽ എത്തിക്കഴിയൂല. കുറെ കുട്ടികളുടെ വീട്ടില് ഇങ്ങനത്തെ വലിയ പാർക്കിലൊന്നും പോകാൻ കഴിയൂല. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമ്മളെ മക്കളായിട്ട് നല്ലൊരു അവസരം. ഒരുപാട് കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവും അങ്ങനത്തെ ഇതിലൊക്കെ പോവാൻ. കഴിയാത്ത ആൾക്കാരും ഉണ്ടാവും.
പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ എന്തെല്ലാം പൈസ നാസാക്കണം. ഒരു ഡ്രസ്സ് എടുക്കാൻ അനാവശ്യമായിട്ട് ഡ്രസ്സ് എടുക്കണ പൈസ മതി ഇങ്ങോട്ടൊന്ന് വന്നുകാണ്ട് കുട്ടികളൊന്ന് കൊണ്ടുപോകാൻ. എന്താ വെച്ചാൽ ആ അവിടേക്കാണ് കയറുന്ന പൈസ മാത്രമേ ആവുള്ളൂ, 100 രൂപ. ആ പൈസ കൊണ്ട് ഈ ലോകം മൊത്തം ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണണമെന്നൊന്നുമല്ല, ഇതിനെക്കാട്ടിയാണ് നേരിട്ട് നിങ്ങൾ ചെന്ന് കാണുമ്പോൾ കേട്ടാ. ഇതൊക്കെ ഓരോ റൈഡുകളാണ്. ടയറുമ്പോൾ കൂടി ഇങ്ങനെ നടക്കുക, ഈ തൂങ്ങിയിട്ട് ഇങ്ങനെ നടക്കുക. പിന്നെ മോന് പിന്നെ അതിനൊക്കെ ഉഷാറായതുകൊണ്ട് എല്ലാം ചെയ്യാൻ ഉഷാറാണ് ആള്. എന്താ ഈ ടയറിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കുക. ഇതൊക്കെ വലിയവർക്ക് വേറെയും ചെറിയറ്റങ്ങൾക്ക് വേറെയുണ്ട്. അത് ഒരു ടയറുമ്പോൾ കൂടി കയറിയിട്ട് വേറൊരു പട്ടമ്മ കൂടി ഇറങ്ങുക. അതൊക്കെ കുട്ടികൾക്ക് ഓരോ ടാസ്കുകളാണ്, ഭയങ്കര രസമാണ്. ജിമ്മ് ഇത് ഗെയിം പോലത്തെ ഓരോ കളികള്. ഇതൊന്നും ഇപ്പോൾ വേറൊരു പാർക്ക് ചെന്നാൽ അത് കിട്ടിക്കോണമെന്നില്ല. അവിടെയൊക്കെ എല്ലാറ്റിനും ഇതിന് പൈസ കൊടുക്കണം. എന്താ നിങ്ങളിത് ചെന്ന് നോക്കിയാലേ ഇതിന്റെ അവസ്ഥ അറിയുള്ളൂ. അത്രക്കും ഒരു ലോകമാണ് പണിതച്ചാണ് നമ്മളെ അല്ലേ. ശരിക്കും അതിന്റെ അകത്ത് കയറുമ്പോൾ ടെൻഷനായി പോയി. അല്ലെങ്കിൽ കൂടി കയറാൻ സമയം ഉണ്ടാവില്ല, ചിലപ്പോൾ നേരത്തെ പോകണം. ഞങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരിടത്ത് ഒഴിഞ്ഞങ്ങോട്ട് ഇരിക്കാൻ നിന്നാ നമുക്ക് ഒരു സങ്കടം ഉണ്ടാവില്ല. എല്ലാവരും കയറിയില്ല എന്നല്ല, ഒന്നിനും കയറേണ്ട തോന്നുന്നു. എന്താ എത്ര പോരായിട്ട് പോകുന്നു. അതൊക്കെ ഓരോരോ ഗെയിമുകളാണ്. നമ്മൾ ബുക്ക് ചെയ്യുമ്പോന്നൊക്കെ വലിയവർക്ക് എനിക്കൊക്കെ പേടിച്ച് കുറേ ആൾക്കാർ വലിയവർക്ക് എൻ്റെ പ്രായമുള്ളവരൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഊഞ്ഞാല്, കീയണ സാധനങ്ങൾ, ഇതൊക്കെ ഇതന്നെ ഈ കീയണ തന്നെ പല പല ഐറ്റംസ് ഉണ്ട്. ഓരോ ഇതിന് വേൻ്റെ ഉള്ളിൽ കൂടി വന്ന് ചാടിയിട്ടും. പിന്നെ ഓരോ ഫോട്ടോ എടുക്കാനുള്ള ഓരോരോ സീനറികൾ ഇട്ടാ നമുക്ക് പല കോലത്തിലും പോയി. നമ്മൾ എക്സ്പോക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ട് സിംഹം, ആനകള് കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കണ പോലെ. അങ്ങനെ പല പല കോലത്തിൽ എടുക്കാനുള്ള ഫോട്ടോ എടുക്കാനുള്ള ഓരോ ബാക്ക്ഗ്രൗണ്ടുകൾ ഒപ്പിച്ചിട്ടുണ്ട്. ഇതുണ്ടാ പിന്നെ ഓരോ ഊഞ്ഞാലുകളും തിരിക്കണതും സത്യമാണ്. ഇതിന്റെ ഉള്ളിലത്തെ ഓരോ സംഭവങ്ങളുടെ പേരൊന്നും എനിക്ക് അറിയില്ല. ഇത് കണ്ട ഒരു ടവറാണ് ഇത്. ഇത് നമ്മളെ ഇപ്പൊ ഇവിടുത്തെ വീടിന്റെ ഒരു 4-5 വീട് അട്ടിട്ട് ഹൈറ്റ് ഉണ്ടാവൂലേ, അത്രക്കും ഹൈറ്റിൽ കേറിയിട്ട് അതിന്റെ മേലെ എന്നുള്ളൊരു കാഴ്ച ഉണ്ട്. ഭയങ്കര രസമുണ്ട്. മലകള് ചുറ്റോട് ചുറ്റും നമ്മളെ ആകാശം മുഴുവൻ ഇങ്ങോട്ട് കാണാം. അതിന്റെ മേലെ കേറിയാൽ മാത്രം മതി. ഇത് പിന്നെ കുട്ടികളെ സ്വിമ്മിംഗ് പൂളാട്ടാ. ഇതിനാണ് 50 രൂപ. ഒരു കുട്ടിക്ക് 50. ഇപ്പോൾ ഒരു ഫാമിലി പോകുമ്പോൾ ചെറിയ കുട്ടികൾക്ക് ഒരു 2-3 ഇപ്പൊ ഒരു 100 രൂപ കൊടുത്താലും നമുക്കൊരു ഏറെ തോന്നൂല. പിന്നെ ഞങ്ങൾ ചെന്നന്ന് പിന്നെ കുതിരസവാരി ഇല്ലട്ടാ. അപ്പൊ കുതിരനെ അതൊക്കെ അവിടെ കെട്ടിയിട്ടേക്കണതാ. അന്ന് ലീവാണ്, ആള് ലീവായതാണെന്ന് പറഞ്ഞ്. അപ്പൊ അന്ന് കുതിരസവാരി ഉണ്ടെങ്കിൽ നമുക്ക് പൈസ ഇല്ല, കുതിര ഫ്രീ ആണ്. പിന്നെ ഇതാ നടന്ന് നമ്മളിതാ എല്ലായിടത്തും എത്താതെ നമ്മൾ തിരിച്ചു പോരാ. അത്രക്കും ഇത് നമ്മള് അമ്പലത്തിൽ ഇങ്ങനെ മണിയടിക്കുമല്ലോ, എന്താ അതിന് പേരെന്താ, അതിങ്ങനെ വെറുതെ കുട്ടികൾക്ക് കളിക്കാൻ ഇങ്ങനെ ഒരു ഒച്ച ഉണ്ടാവും. പള്ളിയിൽ മണിയടിക്കണ പോലെ. പൊന്നും മോനെ കൈമ കളിച്ച. പിന്നെ അതണ്ടാ ഇടക്കിടക്ക് ഇവിടെ ഇങ്ങനെ ഓരോരോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ഫോട്ടോ പിടിക്കാനും പല സംഭവങ്ങളും കണ്ട. ഒരുപാട് പാർക്കുകളുണ്ട് നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ. ഓരോന്നിന് കയറുമ്പോഴും അവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ടാവും പൈസ വാങ്ങാന്. നമുക്ക് തോന്നിപ്പോവും സെൽഫി എടുക്കാൻ വേണ്ടി, റീൽ എടുക്കാൻ വേണ്ടി, ഫോട്ടോ എടുക്കാൻ വേണ്ടി. എന്തെടുത്താലും നമുക്ക് രാത്രി 9 മണി വരെ ടൈം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഊഞ്ഞാലാട്ടം കണ്ടെങ്കിൽ 1.5 ഊഞ്ഞാലാട്ടാണ് കാണുന്നത് മക്കളെ. ഇങ്ങനത്തെ ഊഞ്ഞാലൊന്നല്ല, ഇതിലപ്പുറം വലിയ വലിയ ഊഞ്ഞാലുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കുട്ടികൾ കളിച്ചിടത്തൊക്കെ ഇങ്ങനെ നോക്കിക്കണോണ്ട് ആണ്ടൊന്നും എത്തണില്ല. ഇതുണ്ടില്ല അപ്പോക്കിന് മോന് കുരങ്ങച്ചാട്ടം ചാടൽ തുടങ്ങി. ഏതായാലും ഒരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. സംഭവം എന്ന് പറയാണ്ട, അത്രക്കും വലിയ സംഭവം തന്നെയാണ്. മോൾട്ടിക്കും മോനൊക്കെ പിന്നെ ഊഞ്ഞാലാടണ ഭയങ്കര കുറെ പോയതിനു ശേഷം പോണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട്. പക്ഷെ ഇതിന് മുമ്പ് പോകാമായിരുന്നു എനിക്ക് തോന്നിപ്പോയി. ഞാൻ എപ്പോഴും പറയും നമ്മൾ പോവാ, മണൽ ഫാം ഹൗസ് ഒരു ലോകാണ്. ഞാൻ അങ്ങനത്തെ ഒരു പാർക്ക് കണ്ടിട്ടില്ല, നമ്മൾ പോവാന്ന് പറയുമ്പോഴും ബാവാക്ക് നിസ്സാരേന്നേ. മനുഷ്യന്മാര് വിശ്വസിക്കുന്നത് കണ്ടപ്പോഴല്ലേ നിങ്ങൾ പോയി കണ്ടാലേ നിങ്ങൾക്ക് വിശ്വാസം. നമ്മളെ കാലിന്റെ ചോട്ടിലാണ് മലപ്പുറം ജില്ലയിൽ തൊട്ടടുത്താണ് ചേണ്ടിയിലുള്ളത്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് പിന്നെ ഞങ്ങൾ ആ ടവറിന്റെ മേലെ കയറിയിട്ടാ. ഇത് അതിന്റെ ചെറിയ ടവറാണ്, കുട്ടികൾക്ക് കയറാൻ പറ്റിയത്. മോന് കയറിയതാണ്. അവിടെ ഞാൻ കയറിയിട്ടില്ല. ഓരോരോ കീഴ ഓരോ സാധനങ്ങൾ കാണാം, പല പല മോഡലിൽ. പിന്നെ ഊഞ്ഞാലാൾ എത്ര പോരായിട്ട് നമുക്ക് വലിയവർക്കൊക്കെ 2-3 ഒരുമിച്ചിരുന്ന് ആടാൻ പറ്റിയ ഊഞ്ഞാളതാണ്. വരിയായിട്ട് ഊഞ്ഞാലാണ്, ഒരുപാട് നീളം ഊഞ്ഞാലുകൾ തന്നെ ഉണ്ട് കണ്ടാ. അത്രയും ഏരിയയിൽ മുഴുവൻ ഓരോരോ സംഭവങ്ങൾ കുട്ടികൾക്കുള്ള. എന്ത് നോക്കിയാലും പറഞ്ഞാലും തീരൂല. അത് നിങ്ങൾ നേരിട്ട് പോയി അനുഭവിക്കുമ്പോഴത് അതിൻ്റെ അറിയാം.
നമ്മളതാ കയറി പോണതാ. പിന്നെ അവിടെ മ്യൂസിക് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടുത്തെ അതിന്റെ റിയൽ ആയിട്ടുള്ളതൊന്നും ഇടാൻ പറ്റൂല. ഈ ഒരു ടവറുമ്മ കയറിയുണ്ടല്ലേ നമ്മളെ ആ ഏതൊക്കെ സ്ഥലങ്ങളാണെന്നൊന്നും അറിയില്ല. ചുറ്റുള്ള ആകാശം കണ്ട് വട്ടത്തിലുള്ള നമ്മളെ വട്ടത്ത് റൗണ്ടിൽ ഇങ്ങനെ കിടക്കുന്ന ആകാശത്തിന്റെ ചുറ്റുള്ള മലകളും കുന്നുകളും എല്ലാം നമുക്ക് അവിടെ നിന്നാലൊരു ഇല്ല ആ വ്യൂ പോയിന്റ് അതൊരു സംഭവമാണ്. ആ ടവറിന്റെ മേലെ കയറി നിങ്ങാണ്ട് അതന്നെ അത്രക്കും നല്ല ഹൈറ്റ്, അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. കയറി പോണ കോണി വളഞ്ഞ് കയറി എത്തിയിട്ട് അടിപൊളിയാണ്. പിന്നെ പഴയ കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നമ്മളെ പണ്ടത്തെ ജീപ്പ്, പണ്ടത്തെ ഓട്ടോറിക്ഷകള് എല്ലാം അവിടെ കൊടുന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കയറി ഇരുന്ന് കുട്ടികൾ കുറേ കളിച്ച് ഇതുണ്ട്. അത് അതിൻ്റെ മുകളിലാണ്. മുകളിൽ നിന്ന് നോക്കണ കാഴ്ച അതിമനോഹരമാണ്. നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ കണ്ടന്നെ ആസ്വദിക്കണം. അപ്പോൾ പറ്റണോലുണ്ടെങ്കിൽ ഒഴിവുള്ള ദിവസം ഞായറാഴ്ച നമ്മളെ മലപ്പുറം ജില്ലയിലുള്ളവര് ചോറ് കഴിഞ്ഞിട്ട് പോയാലും മതി. സുബൈക്കൊന്നും ഇടങ്ങാറായി പോകേണ്ട ആവശ്യമില്ല. ചോറ് ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞാണ്ട് ഇറങ്ങിയുണ്ടല്ലോ, അടിച്ച് പൊളിച്ച് ഇങ്ങോട്ട് പോരാ. ലാസ്റ്റ് നിങ്ങളവിടെ മുഴുവൻ കാണാതെ തന്നെ പോരാ. അത്രക്കും ഏരിയകൾ നിങ്ങൾക്ക് നമ്മളെ മക്കൾക്ക് അടിച്ചു പൊളിക്കാണ്ട്. അവരെ മനസ്സിൽ വലിയൊരു സന്തോഷം. പിന്നെ കുട്ടികൾക്ക് ഇങ്ങോട്ട് കൊയങ്ങും അത്രക്കും സ്ഥലമുണ്ട്. ഞങ്ങൾ തന്നെ ഫുള്ള് കാണാതെ ഇറങ്ങി പോന്നാണ്. ഞാൻ നടന്ന് ലാസ്റ്റ് കായും കാലും കടച്ചിൽ തുടങ്ങി. കുട്ടികളെ വെയ്ത്താലും നടക്കല് വൈകി. നമ്മള് 3 മണി ആയിക്കണില്ലേ പോയപ്പോ. ഉച്ചക്ക് ഫുഡ് അവിടെ ഇരുന്നൊക്കെ എല്ലാ സൗകര്യവും ഉണ്ട്. പിന്നെ അവിടെ താമസിക്കണവർക്ക് താമസിക്കാനും ഉണ്ട്. റിസോർട്ട് നല്ല അടിപൊളി ഫുഡും കിട്ടുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അടങ്ങിയ റിസോർട്ടാണ്. അവിടെ ഇങ്ങനെ നിന്നാണ്ടല്ലേ നല്ല തണുത്ത കാറ്റും ഫോട്ടോ എടുക്കലും. പിന്നെ ഞങ്ങള് കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് മുത്തു പോന്നിട്ടുണ്ടായിരുന്നില്ലട്ടാ. മുത്തു ഏതോ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്നു. അത് മുത്തുവിന് കാണാൻ പറ്റിയില്ല. പക്ഷെ എന്താ പറയാ, ആകെ ഇത് വേറെ മുത്തുവിനോട് പറഞ്ഞു. അവര് കടപ്പുറത്തൊക്കെ പോയിട്ട് ചില ഫോട്ടോ കാര്യങ്ങളൊക്കെ മുത്തുവിനോട് ഞാൻ പറഞ്ഞു. മുത്തു ആ കടപ്പുറമൊക്കെ അവിടെ കിട്ടുന്നുണ്ട്, നല്ല സീനറിന്റെ ഫ്രണ്ടിൽ നിനക്ക് കടപ്പുറം അവിടെ സൃഷ്ടിക്കാം, നഷ്ടമായി നിനക്കിട്ടാന്ന് പറഞ്ഞു. കടപ്പുറമൊന്നും ഒന്നുമില്ല. നമ്മള് മലപ്പുറം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു പാർക്ക് ഇല്ലാന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും. പിന്നെ പൈസ ഉള്ള ആൾക്കാർക്ക് എന്താണ് പല നല്ല അടിപൊളി ഇതൊക്കെ കാണുന്നവർക്ക് ഇതൊന്നും വലിയ ഇതുണ്ടാവില്ലട്ടാ. നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് ഇതാ പോയിട്ട് അടിച്ചു പൊളിച്ച് പോരാ. അപ്പൊ ഇത് കാണുന്ന ഇന്നപ്പോലുള്ള നല്ലൊരു ക്രെഡിറ്റ് ആണ്. ഇത് കുട്ടികളെ ഫാമിലി കൊണ്ട് പവർ എടുക്കാം. 100 റുപ്യ കൊടുത്താൽ 1000 പവർ എടുക്കാം. അതാണ് നമ്മൾ ഒരുവിധം ആൾക്കാർക്കും പൈസ ഉണ്ടാവില്ല അങ്ങനത്തെ. അത് പാർക്കിലല്ലേ, പൈസ കൊടുക്കണം. നിങ്ങൾ ധൈര്യത്തിൽ വന്നോളി. വരാനുള്ളവര് പാങ്ങ് ചെയ്യേണ്ടി. അത് മലയിൽ ഫാം ഹൗസ് എന്ന് അടിച്ചാൽ മാപ്പിൽ അടിച്ചാൽ തന്നെ നമുക്ക് അവിടെ എത്തിച്ചേരും കറക്റ്റ്. ഇത് കണ്ടില്ലെങ്കില് ഒരുപാട് ഹൈറ്റിലാട്ടോ ഞാൻ കണ്ടാളോ നിക്കുന്നത്. പെരുഞ്ചാതി ഹൈറ്റ്. മഴ പെയ്യുണ്ട്, നല്ല അടിപൊളി മഴ. മ്യൂസിക് അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രസമുണ്ട്, അടിപൊളിയാ. ഒരുപാട് ഹൈറ്റിലാണ്. ജയിലിലൊന്നും വിചാരിച്ചാൽ ജയിലിലല്ലട്ടാ. ഞാൻ ഇറങ്ങാം. മേലേക്ക് കയറിയിട്ടില്ല. ഞാനും മോളിൽ പോയിരുന്നു. മോനും കൂടി തന്നെ ഭാവിയും കൂടി കഴിഞ്ഞില്ലേ. അമ്മ ഉണ്ടാവും. കുട്ടിമോൻ കയറിയിട്ടില്ല. കുട്ടിമോന് ഓൽക്കൊക്കെ വലിയ കുട്ടികൾക്കൊക്കെ ഇത് എന്താ പറയാ, ഓൽക്കൊരു പാർക്കല്ലേ എന്നൊക്കെയുള്ള ചിന്തയാണ്. ചെറിയ കുട്ടികൾക്കും ഞമ്മക്കൊക്കെ പറഞ്ഞാല് അവിടെ ഇരിക്കാനും ഫോട്ടോ എടുക്കാനും വലിയ കുട്ടികൾക്കും രസമാണ്. അവർക്ക് ഇങ്ങനത്തെ ഒന്നും വല്ലാതെ താല്പര്യമില്ല. അതുകൊണ്ടാവും. ഇതണ്ടാ മോളുടെ ഒക്കെ നല്ല അടിച്ച് പൊളിച്ചിട്ടാ. മോനും നല്ലൊരു മുഖം ഞാൻ എന്നോ പറച്ചിൽ തുടങ്ങി. ഇമ്മ മലയിൽ ഫാം ഹൗസ് പോവാ. അമ്മ ബാവാട് നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കാണിമ്മ, നമ്മൾ മലയിൽ പോവാ. അപ്പോൾ ഞങ്ങള് അവിടെ കഴിഞ്ഞ് ഈ പിന്നെ സ്വിമ്മിംഗ് പൂളിൽ കുറേ ഒരു അരമണിക്കൂറിനിട്ട് 50 റുപ്യക്ക് ഒരു അരമണിക്കൂർ നേരം കുട്ടികൾക്ക് കളിക്കാനും. പിന്നെ വൈകുന്നേരമായി നല്ല ഇരുട്ടായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മരുവാൻ കൊടുത്ത് ഓരോ ഭാഗം കൊടുക്കുകയാണ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ. അപ്പം ഞങ്ങളിതാ പോവുകയാണ്. ഇരുട്ടായി. ഈ ഇരുട്ടത്ത് കൂടിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടി നടക്കുമ്പോൾ ഭയങ്കര രസാട്ടാ. ഒരു ചെറിയ മഴയും ചാറ്റൽ മഴയും എന്താ ഒരു 1.5 എന്ന് പറയാം. അടിപൊളി ഒരു യാത്ര ചെയ്യുന്നത് കേട്ടാ. ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയാണിത്. പിന്നെന്താ പൊന്നു മോൾട്ടി അവർക്കൊന്നും പോരാനൊന്നും പൂതി തന്നെ ഇല്ല.
ഭയങ്കര രസമായി. ഏതായാലും മോനോന് ഈ പ്രാവശ്യം വന്നിട്ട് ഏതായാലും അടിച്ചു പൊളിച്ച് എന്താ ഞങ്ങൾ ഇറങ്ങിട്ടാ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും പരമാവധി ഷെയർ ചെയ്യിട്ടാ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഒരുപാട് ആൾക്കാർ പാർക്കിലൊക്കെ പോവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും. അവർക്കൊക്കെ ഒരു ഉപകാരമാവും. കുഞ്ഞു കുട്ടികൾ ഈ ഇങ്ങനെ ഒരുപാട് ഉമ്മാരുപ്പാരുണ്ടാവും എൻ്റെ കുട്ടികളെ ഇവിടേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഒരിക്കലും ഒരു ചിന്ത വേണ്ട. ഇവിടേക്ക് നിങ്ങൾ ധൈര്യത്തിൽ വന്നോളി. പിന്നെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പള്ളിയും നിസ്കരിക്കാനുള്ള സൗകര്യവും എല്ലാ സംഭവവും ഉണ്ട്. ബാത്റൂം സൗകര്യവും മഗ്‌രിബ് വാങ്ങിക്കൊടുത്താൽ നമുക്ക് വേണ്ടവർക്ക് നിസ്കരിക്കാം. എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട്. ഒന്നുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. എല്ലാ കാര്യത്തിനും നമ്പർ 1 ഒരു സ്ഥലമാണിത് കേട്ടോ. വണ്ടി മുതലാളി അപ്പൊ ഏതായാലും മക്കളെ മലയിൽ ഫാം ഹൗസിൽ വന്ന അടിച്ചണ്ട് പൊളിച്ചു. ഒന്നും നോക്കിയിട്ടില്ല അല്ല മുന്നോ. അതെ അടിപൊളിയാണ്. മാഷാ അല്ലാഹ്. ഇഷ്ടായില്ല? അപ്പൊ ആരും കേറാൻ പറ്റാത്തുണ്ടാ? എല്ലാരും കേറിണ്ട്. ഒന്നൊക്കൊന്ന് പറയല്ല. ഇതാരും ഒഴിവാക്കണ്ട. കണ്ടോണ്ടും കേപ്പുണ്ടെങ്കിൽ കേറി കണ്ടാൽ അടിപൊളിയാണ്. 100 രൂപ കൊണ്ട് കേറിയുണ്ടല്ലോ. 100 രൂപ 1500 രൂപന്റെ കാഴ്ച കാണാം അല്ലേ? അതെ ഒന്നും നോക്കാനില്ല. അപ്പൊ ഒന്നും നോക്കണ്ട. അപ്പൊ എന്താ പറയാ, ഒരുപാട് ആൾക്കാരത് വരാത്തോലുണ്ടാവട്ടാ. നല്ല പൈസ ആവും. ഒരുപാട് രീതിയിലൊക്കെ കേറാനും വരാത്ത ഒരുപാട് ആൾക്കാരുടെ പൈസന്റെ ആലോചിക്കാനൊക്കെ. പക്ഷെ അങ്ങനെ ചിന്തിക്കണോൽക്ക് ഒരു 100 രൂപ കൊടുത്താല്, 100 രൂപ പറഞ്ഞാൽ ഒരാൾക്ക് നമ്മളൊരു ഫാമിലി വരികയാണെങ്കിൽ എങ്ങനെ 100 രൂപ അത് വേണമെങ്കിൽ കയറിയാൽ മതിയല്ലോ സ്വിമ്മിംഗ് പൂളിന്. 100 രൂപ ചെലവാക്കിയാല് മൊത്തം കാണാം. ഇവിടെ ഉള്ള ഇതിന്റെ അകത്ത് കയറിയാൽ സ്വിമ്മിംഗ് പൂളിന് മാത്രം ഒരു 50 രൂപ കൊടുക്കണം. അതിന്റെ ആവശ്യമില്ല. സ്വിമ്മിംഗ് പൂളിന്റെ എല്ലാത്തിനും അടിച്ച് തകർക്കാം. നമ്മളടുത്തുണ്ട് ഒരു ബൂച്ചോ നടങ്ങാണ്ടൊരു സംഭവം. അതെ, അതൊരു കുഞ്ഞു സ്ഥലമുള്ളൂ. അതിന് 100 രൂപ. ആ കണക്കിന് 1000 കൊടുക്കാം. 1000 കൊടുക്കാം. 100 രൂപ വെറും 100 രൂപ. അപ്പൊ ഏതായാലും പോന്നോളി. ഇത് എന്താ പറയാ, നമുക്ക് കൊറേ മക്കള് തിരക്കൂട്ടൽ തുടങ്ങിട്ടാ. അപ്പൊ നിങ്ങള് നിർബന്ധമായിട്ട് വന്നോണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരൂല. ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമന്റുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമന്റുള്ളിൽ അറിയിക്കോണ്ടി. ഞങ്ങളുടെ ബാക്കിലിരുന്ന എന്താ വെച്ചാൽ മക്കളേ തല്ലുണ്ടാക്കും. ആണ്ട് പോകുമ്പോ തന്നെ പെരും തല്ലേന്ന്. അപ്പൊ ഞങ്ങോട്ട് പോന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങള് വരിക, ആസ്വദിക്കുക. അത്രേ ഉള്ളൂ. ഒഴിവുള്ള ദിവസം ഞായറാഴ്ചക്ക് ഒരു 3 മണിക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഈ ഭാഗത്തുള്ള ഓലിട്ടാ, മലപ്പുറം ജില്ലയിലുള്ള ഓല് ഒരു ഉച്ചക്കൊക്കെ ചോറിന്നിട്ട് പോന്നാലും മതി. അടിപൊളി. നേരത്തൊക്കെ വെയിലാണ്. കാരണം ഉച്ചഭക്ഷണം കഴിഞ്ഞാണ്ട് ഇറങ്ങിണ്ടല്ലോ, അടിച്ചു പൊളിച്ച് വൈകുന്നേരം ഇങ്ങനെ ഇറങ്ങി പോരാ. ഏകദേശം 7 മണിയായി. ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ തിന്ന് മെല്ലെ ഇങ്ങനെ. ഐസ്ക്രീം വലിയ വില ഒന്നുമില്ല. 30 രൂപ അടിപൊളി ഐസ്ക്രീം ഉണ്ട്. അതെ. അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോ വീണ്ടും വരാം. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ്.